അക്ക, ഇതിവിടുത്തെ വിശ്വാസമാണ്. തെറ്റിച്ചാൽ തിരിച്ചടി ഉറപ്പാണ്. അത് കേട്ടതും അവൾ അർജുൻ്റെ മുഖത്തേക്ക് നോക്കി. അപ്പോഴുള്ള അർജുൻ്റെ ഭാവം അവളെ കൂടുതൽ വ്യാകുലപ്പെടുത്തി. അങ്ങോട്ട് വന്ന നിമിഷത്തെ പഴിച്ചുകൊണ്ട് അർജുൻ അവർക്കിടയിൽ നിന്ന് നടന്നു നീങ്ങി. അർജുൻ, അർജുൻ! നന്ദു അവന് പിന്നാലെ ഓടി. മൂപ്പൻ കുറുമ്പിയോട് എന്തോ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നീങ്ങി. പിന്നാലെ മറ്റുള്ളവരും പിരിഞ്ഞുപോയി. അർജുൻ, നിൽക്കർജുൻ! അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തി. ദേഷ്യത്തോടെ അവളുടെ കൈ തട്ടി മാറ്റി അവൻ നിന്നു. അർജുൻ, നിനക്കിതിലൊക്കെ വിശ്വാസമുണ്ടോ? ഓരോ പ്രാന്തന ആചാരങ്ങൾ. ഇപ്പോഴത്തെ കാലത്തും ഇങ്ങനെ അന്ധവിശ്വാസം കൊണ്ട് ജീവിക്കുന്ന മനുഷ്യരുണ്ടോ? നീ വാ, ഞാൻ എന്തായാലും ആ പൂജയോടെന്നല്ല ആ കാവിൻ്റെ 7 അയലത്ത് കൂടി പോകൂല. അതെന്താ, പേടിയാണോ? എന്തിനു പേടി? ആ നാഗത്തിന് കന്യകയല്ലേ വേണ്ടത്? അവൻ്റെ മനസ്സിൽ സംശയത്തിൻ്റെ കനൽ കൊട്ടിയിട്ട പോലെ അത്രയും പറഞ്ഞു നിർത്തിക്കൊണ്ട് അവൾ നീങ്ങി. അവളുടെ വാക്കുകളിലെ പൊരുളറിയാൻ അവൻ്റെ മനസ്സ് പല വഴികളിലൂടെയും സഞ്ചരിച്ചു. അർജുൻ, വാ! ചിന്ത വിട്ടിറങ്ങി അവൻ അവൾക്ക് പിന്നാലെ നടന്നു നീങ്ങി. കാവിലേക്കുള്ള വഴിയിൽ തിരിതെളിയിച്ച് നിരത്തിവെച്ച് കൊണ്ടിരിക്കുന്നതിനിടയിൽ അർജുനും നന്ദുവും കുറുമ്പിയുടെ അടുത്തു വന്നു. കുറുമ്പി, ഞങ്ങൾ പോവാണ്. കയ്യിലെ വിളക്ക് നിലത്ത് വെച്ച് അവൻ്റെ അടുത്തവൾ വന്നു നിന്നു. സർ, പൂജ. ഞങ്ങൾക്കതിൽ വിശ്വാസമില്ല കുറുമ്പി. സർ, നാഗം കോപിക്കും. പിന്നീട് വിപത്ത് സംഭവിച്ചേക്കാം. നീ പറഞ്ഞതൊക്കെ ശരിയാവാം. പക്ഷേ ഈ പൂജ ചെയ്യേണ്ടത് കന്യകയാണെന്നല്ലേ പറഞ്ഞത്? അവൾ അല്ല. അർജുൻ്റെ വാക്ക് കുറുമ്പി നന്ദുവിലേക്ക് കണ്ണെറിഞ്ഞു സത്യമെന്ന പോലെ തലയാട്ടി. ശരി, ഞാൻ മൂപ്പനോട് പറയാം. പിന്നെ ഇതിൻ്റെ പേരിൽ ഇവിടെ നിന്ന് ഇന്ന് തന്നെ പോവേണ്ടതില്ല. അതും പറഞ്ഞുകൊണ്ട് അവൾ മൂപ്പൻ്റെ അടുത്തേക്ക് നീങ്ങി. അപ്പോഴും അർജുൻ്റെ മനസ്സിലെ സംശയം ബാക്കി നിന്നു. അവളോട് ചോദിക്കാൻ മനസ്സ് പറയുന്നുണ്ടെങ്കിലും ആ ചോദ്യം അവൾ ഉൾക്കൊള്ളുമോ എന്നൊരു ഉൾഭയം അവനെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ബിർളയുടെ ഗോഡൌണിന് ചുറ്റും കിഷോറും അഖിലും അർജുനെയും നന്ദുവിനെയും വിളിച്ചുകൊണ്ടോടി. അപ്പോഴേക്കും എസ് ഐ സാറും മറ്റും അവിടേക്ക് എത്തി. അവർ ഒരുമിച്ച് കാടിനകത്തോട്ട് കടന്നു. മൂപ്പൻ പറഞ്ഞ പ്രകാരം കുറുമ്പി അർജുനെയും നന്ദുവിനെയും കൂട്ടി അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു. അവിടെ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ സംസാരം നന്ദുവിനേക്കാൾ ഞെട്ടിച്ചത് അർജുനെയായിരുന്നു. സർ, വിവാഹം കഴിക്കാതെ ഒരു പെണ്ണും താൻ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യനെ വയങ്ങരുത്. നിങ്ങൾക്കിടയിൽ നടന്നത് തെറ്റാണ്. എങ്കിലും ഇവിടുത്തെ കാളിയുടെ മുന്നിൽ നിന്ന് താലി കെട്ടണമെന്ന് തലക്കടി പറ്റിയ പോലെ നിൽക്കുന്ന അർജുൻ എന്തു പറയണമെന്നറിയാതെ കുഴങ്ങി. ഒരു സ്പർശം കൊണ്ട് പോലും താൻ അവളെ, അപ്പോൾ മാധവ്, ആ പേര് മനസ്സിൽ തെളിഞ്ഞപ്പോൾ എന്തുകൊണ്ടോ അവന് നന്ദുവിനോട് നീരസം തോന്നി. പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാത്ത പോലെയാണ് അവൾ കുറുമ്പിയുടെ വാക്ക് കേട്ടത്. നാഗത്തിൻ്റെ പെണ്ണാവരുത് എന്ന് ആഗ്രഹിച്ച് ആ സമയത്ത് തോന്നിയ നുണ പറഞ്ഞപ്പോൾ ഇങ്ങനൊരു വയ്യാവേലി വരുമെന്ന് കരുതിയില്ല. മൂപ്പനോട് നാട്ടിൽ ചെന്ന് വിവാഹം ചെയ്യാമെന്ന് നന്ദു പറഞ്ഞു നോക്കിയെങ്കിലും വീണ്ടും തെറ്റുപറ്റും എന്നതിൽ അയാൾ അവരോട് കാളിയുടെ സന്നിധിയിൽ വന്നു നിൽക്കാൻ ആവശ്യപ്പെട്ടു. നന്ദു അർജുനെ നോക്കിയെങ്കിലും അവൻ മറ്റെങ്ങോ ആണ്. അവൾ അർജുൻ്റെ കയ്യിൽ പിടിച്ചതും അവൻ തൻ്റെ കൈ ധൃതിയിൽ കുടഞ്ഞു മാറ്റി. അതവളിൽ നോവുണർത്തി. എന്തൊക്കെയായാലും താൻ സ്നേഹിക്കുന്ന പെണ്ണ് മറ്റൊരുത്തിന് വഴങ്ങിയെന്ന് കേൾക്കുന്നത് എത്രമാത്രം അധപ്പതിച്ചതാണെന്ന് അവൾക്കറിയാമായിരുന്നിട്ടും തനിക്കങ്ങനെ പറയാൻ തോന്നിയത് നാഗത്തിൻ്റെ പെണ്ണായി താൻ മാറിയാൽ തനിക്കൊരിക്കലും മറ്റൊരു വിവാഹം സാധ്യമല്ല. അവൾ കാളിയുടെ മുൻപിൽ ചെന്ന് തൊഴുതുകൊണ്ട് നിന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള അവളുടെ നീക്കങ്ങൾ അവനിൽ നീരസം വർദ്ധിപ്പിച്ചു. വാ അർജുൻ! ചിരിച്ചുകൊണ്ടുള്ള അവളുടെ വിളിയെ അവനിൽ തീച്ചുള പോലെയാണ് പതിഞ്ഞത്. താൻ ജീവിതത്തിൽ ആഗ്രഹിച്ചതാണ് അവളുമൊത്തുള്ള വിവാഹം. പക്ഷേ ഇന്നിപ്പോൾ മറ്റൊരാൾക്ക് സ്വന്തമായവൾ. അവളെ ഞാനെങ്ങനെ? ചിന്ത മസ്തിഷ്കത്തെ ഭ്രാന്തി പിടിപ്പിക്കുന്നത് പോലെ. അവിടെ എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ നിന്നു. അവളവനെ വലിച്ചുകൊണ്ട് കാളിയുടെ മുന്നിൽ നിർത്തി. മൂപ്പൻ പൂജ തുടങ്ങി. അർജുൻ നേരെ മൂപ്പൻ നീട്ടിയ മഞ്ഞച്ചരട് അവൻ വാങ്ങാൻ മടിക്കുമ്പോഴും നന്ദു അത് വാങ്ങാൻ പ്രേരിപ്പിക്കും പോലെ ആംഗ്യം കാണിച്ചു. അവൻ നോട്ടം കൂർപ്പിച്ചതും അവൾ നോട്ടം വെട്ടിച്ചു. അർജുൻ ആ ചരട് വാങ്ങി അവൾക്ക് നേരെ നീട്ടുമ്പോൾ അവളുടെ ഭാവം അവനെ അമ്പരപ്പെടുത്തുന്നതായിരുന്നു. മുഖത്ത് തെളിഞ്ഞു നിൽക്കുന്ന ചിരിയും നാണവും ഇന്നുവരെ അവളിൽ കാണാത്തതായിരുന്നു. അവൻ കഴുത്തിലേക്ക് ചരട് നീട്ടിക്കെട്ടാൻ തുടങ്ങിയതും ഇരുകൈയും കൂട്ടിപ്പിടിച്ചുകൊണ്ടവൾ തൊഴുതു. അപ്പോഴൊക്കെ നന്ദുവിൻ്റെ മുഖത്ത് ദേഷ്യം തെളിഞ്ഞു നിന്നു. കാവിലെ പൂജയോടൊപ്പം കുറുമ്പി അവളുടെ ആ കൊച്ചു വീട്ടിൽ നന്ദുവിനും അർജുനും വേണ്ടി മണിയറയൊരുക്കി. നിലത്ത് വിരിച്ചിട്ട പായയിൽ അർജുനെ മൈൻഡ് ചെയ്യാതെ അവൾ കിടന്നു. നീ ഇത്രയ്ക്ക് ചീപ്പാണോ? ഡാ കോപ്പെ, അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. അവൾ നിലത്തുനിന്ന് എണീറ്റിരുന്നു. ഓ, ഞാൻ പറഞ്ഞതാണ് കുഴപ്പം. നീ വല്ലവൻ്റെയും കൂടെ എന്നെക്കൊണ്ട് പറയിക്കരുത്. ഏതവനായാലും കല്യാണം വരെ കാത്തു നിൽക്കാമായിരുന്നില്ലേ? അത്രയ്ക്ക് കഴപ്പാണോ? കഴപ്പ്? ഇത് എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. ആ പൊല്ലാപ്പിന്ന് എങ്ങനെയും രക്ഷപ്പെടണമല്ലോ എന്ന് കരുതി വായിൽ വന്ന് നുണങ്ങ് പറഞ്ഞു. അല്ലാതെ നാഗത്തിൻ്റെ മണവാട്ടിയായി ഉള്ളകാലം മുഴുവൻ കന്യകയായി ജീവിക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല.
ഒന്നുമില്ലേലും എൻ്റെ അപ്പൻ്റെ തലമുറ നിലയ്ക്കാതെ നോക്കേണ്ടത് ഞാനല്ലേ. അത്ര കേട്ടപ്പോഴേക്കും വായും പൊളിച്ചു നിൽക്കുന്ന അർജുൻ്റെ ഭാവം കണ്ടതും അവൾക്ക് ചിരി വന്നു. എന്ന് കരുതി നേരത്തെ കെട്ടിയ മഞ്ഞച്ചരടിൽ കെട്ടിയോളാണെന്ന് പറഞ്ഞുകൊണ്ട് തലമുറ കാക്കാൻ ഇങ്ങോട്ട് വന്നാൽ നിന്റെ തലമുറ ഞാൻ നിർത്തും, കേട്ടല്ലോ. അത് കേട്ടതും അവൻ്റെ മുഖത്ത് ചിരിയുണർന്നു. അവളുടെ വാക്കുകൾ അവൻ്റെ മനസ്സിന് അത്രയേറെ ആശ്വാസം പകരുന്നതായിരുന്നു. നിന്നെളിക്കാണ്ട് അവിടെ എവിടെയും മൂലക്ക് കിടന്നുറങ്ങാൻ നോക്കി. അവൾ വീണ്ടും കിടന്നതും അവൻ ചുവരിൽ ചാരിയിരുന്നു. കണ്ണടച്ചു കിടക്കുന്ന അവളെയും നോക്കിക്കൊണ്ട് ഇടയിൽ അവൾ കണ്ണു തുറന്നതും അവൻ നോട്ടം വെട്ടിച്ചു. അവനെ നോക്കി അവൾ പാതി അടച്ചു. അവൻ വീണ്ടും നോക്കാൻ തുടങ്ങിയതും അവൾ പെട്ടെന്ന് കണ്ണു തുറന്നു. താൻ എന്താടാ ഇന്നുവരെ കാണാത്ത പോലെ നോക്കുന്നത്? അത് ഞാൻ. അവൾ നോട്ടം കൂർപ്പിച്ചു. അല്ല, താൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്നോട് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ആ താലി കെട്ടുമ്പോൾ ഞാനൊന്ന് സന്തോഷിച്ചേനെ. അയ്യടാ, അങ്ങനെ സന്തോഷിക്കണ്ട. എന്നാലും കുഴപ്പമില്ല. ഡ്രാമ ആണെങ്കിലും നീ എൻ്റെ കെട്ടിയോളായില്ലേ, പോടാ. അവൾ തലേനെടുത്ത് അവൻ്റെ നേരെ എറിഞ്ഞു. അതിനെ കൈകൊണ്ട് തട്ടിത്തെറിപ്പിച്ചുകൊണ്ടവൻ അവളെ നോക്കി ചിരിച്ചു. നിനക്ക് കുഴപ്പമില്ലെങ്കിൽ നിന്റെ തലമുറ ഞാൻ കാത്തോളാടി. ഒന്നുമില്ലേലും ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയല്ലേ, പോടാ കോപ്പേ. കയ്യിൽ കെട്ടിയ പത്രമെടുത്ത് അവൻ്റെ നേരെ എറിഞ്ഞു. അവൻ ആദ്യ രാത്രി നടത്താൻ നിൽക്കുന്നു. പുച്ഛിച്ചുകൊണ്ടവൾ തിരിഞ്ഞു കിടന്നു. അതും നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവനും നിലത്തേക്ക് ചാഞ്ഞു. നേരം വെളുത്തു തുടങ്ങിയതും കിഷോറും കൂട്ടരും വെള്ളച്ചാട്ടം കടക്കാൻ തിടുക്കം കൂട്ടി. SI സാറുടെ കയ്യിലെ റിമോട്ട് മരങ്ങൾക്ക് മുകളിലൂടെ നീങ്ങുന്ന ഡ്രോൺ നിയന്ത്രിച്ചു കൊണ്ടിരുന്നു. ഒരു ഞെരുക്കത്തോടെ നന്ദു ഉറക്കത്തിൽ നിന്നും ഉണർന്നിരുന്നു കൊണ്ടൊന്ന് പുളഞ്ഞു. നിലത്ത് ചുരുണ്ടുകൂടി കിടന്നുറങ്ങുന്ന അർജുനെ കണ്ട് അവളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് റൂമിന് പുറത്തോട്ടിറങ്ങി. പുറത്ത് മൺപാത്രത്തിൽ നിറച്ചു വെച്ച വെള്ളം കൊണ്ട് മുഖം വൃത്തിയാക്കി. അപ്പോഴേക്കും അവർക്കുള്ള ഭക്ഷണവുമായി കുറുമ്പി അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അക്ക, പോയി കുളിച്ചിട്ട് വാ. അതെന്തിനാ കുറുമ്പി? കാലത്ത് തന്നെ എനിക്ക് മടിയാവുന്നു, പോരാത്തതിന് തണുപ്പും. അവൾ നെറ്റിയിൽ കൈവച്ചുകൊണ്ട് നന്ദുവിനെ കൂട്ടി അടുത്തുള്ള പനയോല കൊണ്ട് തീർത്ത കുളിമുറിയിൽ കയറ്റി. അക്ക കുളിച്ചിട്ടാവുമ്പോഴേക്കും ഞാൻ വരാം. അതും പറഞ്ഞുകൊണ്ടവൾ നീങ്ങി. ഒരുവിധം കുളിച്ചെന്ന് വരുത്തി നന്ദു അതിൽ നിന്നും ഇറങ്ങി വന്നു. അപ്പോഴേക്കും അർജുൻ കഴിച്ചു തുടങ്ങിയിരുന്നു. അപ്പോൾ തനിക്ക് കുളിക്കണ്ടേ? കുറുമ്പി എവിടെ? അവൻ കഴിക്കുന്നത് നിർത്തി അവളെ നോക്കി. നീ പോയി ആദ്യം ആ തലതൊടക്ക്, വെള്ളമിറങ്ങും. അകത്തു നിന്നിറങ്ങി വന്ന കുറുമ്പി കയ്യിലെ തുണി അവൾക്ക് നേരെ നീട്ടി. അത് വാങ്ങിക്കൊണ്ട് തുടച്ചുകൊണ്ടവൾ അവൻ്റെ അടുത്തിരുന്നു. അവൾ കഴിച്ചു തുടങ്ങിയതും അവൻ എണീറ്റ് കൈ കഴുകാൻ ഇറങ്ങി. എന്തോ ശബ്ദം കേട്ടതുപോലെ അവൻ മുകളിലോട്ട് നോക്കി. ഡ്രോൺ കണ്ടതും അവളുടെ തലയിൽ കിടന്ന തുണിയെടുത്ത് മുകളിലോട്ട് വീശിക്കാട്ടി. അത് താഴേക്കിറങ്ങി തുടങ്ങിയതും അവിടെയുള്ളവർ അവന് ചുറ്റും കൂടി. സ്ക്രീനിൽ നന്ദുവിനെയും അർജുനെയും കണ്ടതും കിഷോറിൻ്റെ മനസ്സിന് ആശ്വാസം തോന്നി. SI സാറ് ധൃതിപ്പെട്ട് അങ്ങോട്ടേക്ക് നടന്നു. പിന്നാലെ മറ്റുള്ളവരും. ഡ്രോൺ അർജുൻ കയ്യിൽ ഏറ്റുവാങ്ങി. അവിടെയുള്ളവർക്ക് അതൊരു അത്ഭുത കാഴ്ചയായിരുന്നു. അപ്പോഴേക്കും കിഷോറും കൂട്ടറും അവിടേക്ക് എത്തിയിരുന്നു. കിഷോറിനെ കണ്ടതും നന്ദു ഓടിച്ചെന്ന് അയാളെ കെട്ടിപ്പുണർന്നു. മോളെ. ഇടർച്ചയോടെയുള്ള അയാളുടെ വിളിയിൽ അവളുടെ കണ്ണു നിറഞ്ഞു. കയ്യിൽ വേദന അറിഞ്ഞ പോലെ അവൾ പെട്ടെന്ന് കൈ പിന്നോട്ട് വലിച്ചു. അവളുടെ കയ്യിലെ കെട്ട് കണ്ടതും അയാളുടെ ഉള്ളൊന്ന് കാളി. എന്തു പറ്റി മോളെ? അങ്കിൾ. ആ ബെർലയുടെ അടുത്തു നിന്നുണ്ടായ അടിപിടിയിൽ അയാളുടെ കയ്യിൽ നിന്ന് ഒരുണ്ട അവളുടെ കയ്യിൽ കയറി. ഇവിടുന്ന് പച്ചമരുന്ന് വെച്ച് കെട്ടിയിരിക്കുക. നല്ല പെയിനുണ്ടോടാ? ഹേയ്, ഇല്ല പപ്പ. അങ്കിൾ, അച്ഛൻ എങ്ങനെയുണ്ട്? കുഴപ്പമില്ലടാ മോനെ, റിക്കവറുണ്ട്. ആശ്വാസ വാക്കെന്ന പോലെ അയാൾ പറഞ്ഞു. അവിടെ നിന്ന് യാത്രയാവുമ്പോൾ അർജുനും നന്ദുവിനും വല്ലാത്ത വേദന അനുഭവപ്പെട്ടു. കുറച്ചു മണിക്കൂറുകൾ കൊണ്ട് ആരൊക്കെയോ ആയിത്തീർന്ന കുറുമ്പിയോട് യാത്ര പറയുമ്പോൾ നന്ദുവിനെ പോലെ അവളുടെ കണ്ണുകളും നിറഞ്ഞൊഴുകിയിരുന്നു. വീണ്ടും വരണേന്ന വാക്കിൽ അവരെ യാത്രയാക്കുമ്പോൾ അവിടെ കൂടിയവരുടെ മനസ്സും അവളുടെ നോവിൽ പങ്കുചേർന്നു. അമ്മ. നന്ദുവിൻ്റെ വിളികേട്ട് ഭദ്രയും അഭിരാമിയും ഒരുപോലെ ആ ഭാഗത്തേക്ക് നോക്കി. കിഷോറിൻ്റെ കൂടെ അർജുനെയും നന്ദുവിനെയും കണ്ടതും സന്തോഷത്തിൽ നിറ കണ്ണുകളോടെ അവരുടെ അടുത്തേക്കൂടി പരസ്പരം വാരിപ്പുണർന്നു. ICUവിൻ്റെ ഡോർ തുറന്ന് അർജുന് പിന്നാലെ നന്ദുവും അകത്തോട്ട് കയറി വന്നു. അച്ഛാ. അർജുൻ്റെ സൗമ്യമായ വിളികേട്ടയാൾ കണ്ണു തുറക്കാൻ ശ്രമിച്ചെങ്കിലും മരുന്നുകൾ അയാളെ ഉറക്കത്തിലേക്ക് തന്നെ കൊണ്ടുപോയി. ഉതിരാൻ കാത്തുനിന്ന കണ്ണുനീരിനെ കൈത്തണ്ട കൊണ്ട് തുടച്ചു മാറ്റുന്നതിനിടയിൽ നന്ദുവിൻ്റെ കരം അവൻ്റെ ഷോൾഡറിൽ പതിഞ്ഞു. സഹതാപത്തിൻ്റെ നോട്ടത്തോടെയുള്ള അവൾക്ക് നേരെ പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ടവൻ പുറത്തോട്ടിറങ്ങി. നന്ദുവിൻ്റെ മരുന്ന് വെച്ച് കെട്ടുന്നതിനിടയിലേക്കാണ് SI സർ കടന്നു വന്നത്. എങ്ങനെയുണ്ട് നന്ദന? പെയിൻ കുറവുണ്ടോ? യെസ് സർ. ഗുഡ്. ഞാൻ 1-2 കാര്യങ്ങൾ ചോദിച്ചാൽ തനിക്ക് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാവുമോ? ഹേയ്, നോ സർ. താൻ എങ്ങനെയാണ് അവിടെ എത്തിയതെന്ന്? അത് പിന്നെ സാർ, ഞാനന്ന് കുറച്ചധികം. അവൾ കിടന്ന് പരുങ്ങുന്നത് കണ്ട് അവിടെ ഉള്ളവർക്ക് ചിരി വന്നു. താൻ കിടന്ന് പരുങ്ങേണ്ട, എനിക്കറിയാം താൻ നല്ല പോലെ അകത്താക്കിയെന്ന്. അത് പിന്നെ സർ, ഒരു പാർട്ടി. അതൊക്കെ പോട്ടെ, തൻ്റെ ഫ്രണ്ട് എവിടെ? അത് പറഞ്ഞതുപോലെ ശരിയാണല്ലോ പപ്പ. അനന്തു എവിടെ? എന്നോടാണോ ചോദിക്കുന്നത്?
അപ്പോൾ അവനെവിടെ? ഞാനിവിടെ ഉണ്ടേ. റൂമിന് പുറത്തുനിന്ന് അകത്തോട്ട് കയറിക്കൊണ്ട് അനന്ത് പറഞ്ഞു. ഡാ കോപ്പെ, നീ എന്നെ അവന്മാർക്ക് ഇട്ടുകൊടുത്ത് മുങ്ങിയതല്ലേ? സാർ കേട്ടല്ലോ, ഇതാണ് ശരിക്കും സ്വഭാവം. അതുകൊണ്ടാണ് സാറുണ്ടല്ലോ എന്ന ധൈര്യത്തിൽ വിളിച്ചപ്പോൾ തന്നെ ഇങ്ങോട്ട് വന്നത്. ഇല്ലേൽ അവിടെ വന്ന് എന്നെ തല്ലിയിടും. അനന്തുവിൻ്റെ സംസാരം നന്ദുവിനെ ചൊടിപ്പിച്ചെങ്കിലും മറ്റുള്ളവർക്ക് ചിരിയായിരുന്നു. ഓക്കെ, ഞാൻ ഇറങ്ങുന്നു. കിഷോർ പരാതി പിൻവലിച്ച സ്ഥിതിക്ക് ഇനി നിങ്ങളുടെ പിന്നാലെ നടക്കേണ്ടതില്ലല്ലോ. പരാതി പിൻവലിച്ചെന്നോ? ഒരു ഞെട്ടലോടെയുള്ള നന്ദുവിൻ്റെ ചോദ്യത്തിന് കിഷോർ ഒന്ന് പരുങ്ങി. അത് പിന്നെ, നിങ്ങളെ കാണുന്നില്ലെന്ന് പറഞ്ഞാണ് അയാൾക്കെതിരെ പരാതി നൽകിയത്. നിങ്ങളെ തിരിച്ചു കിട്ടിയ സ്ഥിതിക്ക് പപ്പ, ഇതെന്തൊക്കെയാ പറയുന്നത്? ഇത് വെറും തട്ടിക്കൊണ്ടു പോവൽ മാത്രമല്ല, കൊലപാതക ശ്രമമാണ്. നിങ്ങളെല്ലാവരും ഇതിന് കൂട്ടുനിൽക്കുകയാണോ? അവളുടെ ദേഷ്യത്തോടെയുള്ള ചോദ്യത്തിന് ചുറ്റുമുള്ളവർ മൗനമായി. അർജുൻ, നീയും? അവിടെ ഐസിയുവിൽ കിടക്കുന്ന അങ്കിളിനെ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് അയാളെ വെറുതെ വിടാൻ തോന്നുന്നത്? ഡാ മോളെ, നീ പറയുന്നത് ശരിയാണ്. എങ്കിലും നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് അത് റിസ്ക്കാണ്. എന്ത് റിസ്ക്? ഒരു റിസ്ക്കുമില്ല സർ. എനിക്ക് പരാതിയുണ്ട്. അയാൾക്കെതിരെ ഞാൻ കേസ് എഴുതി തരാം. വേണ്ട മോളെ, വേണം. അവളുടെ ഉറച്ച തീരുമാനം അവിടെയുള്ളവരിൽ അസ്വസ്ഥത നിറക്കുന്നതായിരുന്നു.